ഹേയ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇൻട്രോ ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം നമ്മൾ ഇന്ന് കീറ്റയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചെല്ലാം കഴിഞ്ഞ് ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു വാക്കിന് വേണ്ടി പുറത്തിറങ്ങിയാണ്. ഇറങ്ങിയപ്പോൾ തന്നെ ചെറിയൊരു ചാറ്റൽ മഴ, ചെറിയ മഴയേ ഉള്ളൂ, പക്ഷെ നമുക്കത് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. കാരണം അത്യാവശ്യം തണുപ്പുണ്ട്, പിന്നെ ഈ മഴത്തുള്ളി വീണ പറയണ്ടല്ലോ. അങ്ങനെ വാക്കിനിറങ്ങിയ ഞങ്ങൾ വീണ്ടും തിരിച്ച് റൂമിലേക്ക് തന്നെ തിരിച്ചു കയറിയിട്ടോ. മഴയുള്ളത് കാരണം മോനും എൻ്റെ കൂടെയുണ്ട്, അപ്പോൾ അവന് നനയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. എനിക്ക് മഴയത്ത് നടക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ തണുപ്പ് എന്നെ അങ്ങോട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. റൂമിൽ ചെന്നു ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി കുറച്ച് ഗ്രേപ്സ് എല്ലാം എടുത്ത് കഴിച്ചു. അങ്ങനെ എനിക്കൊരാഗ്രഹം, നല്ല മഴയൊക്കെ അല്ലേ, നാട്ടിലത്തെ പോലെ ഒന്ന് ചായ കുടിക്കാൻ പോയില്ലെന്ന്. അങ്ങനെ ഞങ്ങൾ ആ ചാറ്റൽ മഴയല്ല, ഒന്ന് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മഴ കുറച്ച് ശക്തി കൂടിയിട്ടുണ്ടായിരുന്നു. നല്ല മഴയൊന്നുമില്ല, ചെറിയ മഴയാണ്. പക്ഷേ ഇവിടെ ചെറിയ മഴയാണെങ്കിലും അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. നല്ല നമ്മുടെ കാറൊക്കെ നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പെയ്യുമ്പോൾ നമ്മൾ റോഡിലെല്ലാം വെള്ളമായിരിക്കില്ലേ, അതുപോലെ ഇവിടെ ചെറിയ മഴ പെയ്താൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. നമ്മുടെ കാറ് ബ്ലോക്കാവും, വണ്ടിയൊക്കെ അത്യാവശ്യം ഒരു ഏകദേശം വണ്ടിയൊക്കെ ഒന്ന് മൂടുന്നൊരവസ്ഥയിൽ, വണ്ടി കംപ്ലീറ്റ് മൂടല്ല, ടയറൊക്കെ ഒന്ന് വെള്ളത്തിലാവുന്നൊരവസ്ഥ വരാറുണ്ട്. അങ്ങനെ ഞങ്ങളൊരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ചായ കുടിക്കുന്നതിൻ്റെ പിന്നിൽ ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മൾ ഒരു 10-15 മിനിറ്റ് ഉള്ളു നമ്മളൊന്ന് ചായ കുടിച്ചിട്ട് വരാൻ ഏകദേശം എടുക്കാറ്. വേറെപ്പോലെ ഒരു അരമണിക്കൂർ, അതിൽ കൂടുതലൊന്നും എടുക്കില്ല. പക്ഷേ ഈ ചായ കുടിക്കാൻ നമുക്ക് 2 മണിക്കൂറാണ് വേണ്ടി വന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ബ്ലോക്കിൽ പെട്ടു. ഭയങ്കര തിരക്കായിരുന്നു. ഇതാണ് നമ്മുടെ റോഡിൻ്റെ ഒക്കെ അവസ്ഥ. കണ്ടോ, വെള്ളം കണ്ടോ, എല്ലായിടത്തും വെള്ളമാണ്, അത്യാവശ്യം നല്ല ബ്ലോക്കുമാണ്. അങ്ങനെ ആ ബ്ലോക്കിൽ പെട്ടു. നമ്മുടെ ചായ സ്പോട്ടിലേക്ക് എത്താൻ തന്നെ നമ്മൾ നല്ല ടൈം എടുത്തു. ചായ കുടിച്ച് തിരിച്ചു വരാൻ നമുക്ക് ടൈം എടുത്തില്ല, പക്ഷേ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ടൈം എടുത്തു. തിരിച്ചു പോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഏതായാലും നമ്മൾ ഇറങ്ങിയതല്ലേ, ചായ കുടിച്ചിട്ട് തന്നെ പോകാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. സമയം വെറുതെ വേസ്റ്റായതിൻ്റെ പേരിൽ ഹസ്ബൻഡും, ചായ കിട്ടിയ സന്തോഷത്തിൽ ഞാനും ആണ് ഈ കാണുന്നത്. എനിക്ക് നല്ല ചായ കിട്ടി. ആ തണുപ്പത്ത് മഴയത്ത് ചൂട് ചായയൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ സമൂസ ഓർഡർ ചെയ്തു. സമൂസ ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ ചെറിയ കേക്ക്, പാൽ കേക്ക് പോലത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ, റവ കേക്കൊക്കെ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. പിന്നെ 1-2 വേറെ കടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചായയും കടിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നൊരു സംഭവമാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ റൂമിലെത്തിയ പാടെ ഞാൻ ഡിന്നർ ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു. ഈ ഒരു ഡിന്നറിൻ്റെ ഫുൾ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഇത് ഒരു ഹെൽത്തി ഫുഡാണ്. നമ്മുടെ ബ്രോക്കോളിയും ചിക്കനും ക്യാരറ്റും ബെൽ പെപ്പറും എല്ലാം ഇട്ടിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡാണ്. നമ്മൾ ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. ചപ്പാത്തി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് റൈസിൻ്റെ കൂടെയും പ്രിഫർ ചെയ്യാം, ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നമുക്ക് ടേസ്റ്റാണ്. ഇതിലേക്ക് സ്പെഷ്യലായിട്ട് വേറെ നമ്മൾ മസാലപ്പൊടികളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. വെറും കുരുമുളക് പൊടി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ഉപ്പും കുരുമുളക് പൊടി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനത്തെ ഹെൽത്തി ഫുഡാണ് നമ്മൾ രാത്രി അധികവും ചെയ്യാറ്. നമ്മൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഇനി മറ്റെന്തിൻ്റെ കൂടെ ആണെങ്കിലും നമ്മൾ ഹെൽത്തി ഫുഡാണ് നോക്കാറ്. ഞാൻ പെട്ടെന്ന് ഡിന്നർ പ്രിപ്പയർ ചെയ്ത് വേറൊന്നിനല്ല, നമുക്ക് കുറച്ച് ഗ്രോസറി മേടിക്കാൻ പോകാനുണ്ടായിരുന്നു. നമ്മൾ ഒരുപാടൊന്നും മേടിച്ച് വെക്കാറില്ല, ഒരു 1 വീക്കിനുള്ള സാധനങ്ങൾ മേടിച്ച് വെക്കും. ഞാൻ കൂടുതലും ഇവിടെ നോർമലി എല്ലാവരും ഒരു തേഴ്സ്ഡേ ആകുമ്പോഴാണ് ഷോപ്പിങ്ങിന് പോകാറ്. പക്ഷേ ഞാൻ ഫ്രൈഡേ കഴിഞ്ഞിട്ട് സാറ്റർഡേയും കഴിഞ്ഞിട്ട് സൺഡേ മൺഡേ ആ ഒരു ടൈമിലാണ് ഞാനധികം ഷോപ്പിങ്ങിന് പോകാറ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഫ്രൈഡേ എന്തായാലും നമ്മൾ ബിരിയാണി ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ആ ബിരിയാണി നമുക്ക് ഒരു സാറ്റർഡേയും സൺഡേയും നമുക്ക് ഉണ്ടാവും. ബിരിയാണിയിലെ ചിക്കൻ ആണെങ്കിലോ ബീഫാണെങ്കിലോ അത് നമുക്കുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഫിഷ് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ചിക്കൻ അവിടെ കിടക്കും, അത് നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങൾ, ഞാനൊരു വീക്കിന് വേണ്ടി മേടിച്ചിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒരു മീൽ പ്ലാനിങ് ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും അതിൻ്റെ ലാസ്റ്റ് കൊടുക്കട്ടെ, നിങ്ങൾ അവസാനം വരെ കാണുക. എൻ്റെ 1 വീക്ക് മീൽ പ്ലാനിങ് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഞാനത് മീൽ പ്ലാനിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, പക്ഷെ ഞാനത് ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്ന ഒരു സംഭവം ഞാനിതിൻ്റെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ലാസ്റ്റ് വരെ കാണുക.
ഞാൻ എന്തൊക്കെയാണ് ഗ്രോസറി മേടിച്ചതെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കുറച്ച് നമ്മൾ ഫിഷാണ് കൂടുതലായിട്ട് മേടിച്ചിട്ടുള്ളത്. ഒരു 3 ഐറ്റം ഫിഷ് മേടിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു കുറച്ച് ദിവസത്തിന് എന്തായാലും ഉണ്ടാകും. പിന്നെ മസാലപ്പൊടിയായിട്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ചില്ലി പൗഡറും കൂടി മേടിച്ചിട്ടുണ്ട്. അത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനാണ് പതിവ്. പക്ഷേ ഇപ്പോൾ നാട്ടിൽ നിന്ന് അധികം ആരും വരാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് ആരും പോകുന്നുമില്ല അപ്പോൾ നമുക്ക് അതിപ്പോൾ അധികം കിട്ടാനില്ല. അപ്പോൾ ഞാൻ കഴിയുന്നത് ഇവിടുന്ന് വാങ്ങിക്കാറില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ തീർന്നു പോയതുകൊണ്ട് വാങ്ങിച്ചു. ഇവിടുന്ന് അധികം കവർ ചെയ്തിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ കവർ അഴിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ തന്നെ അത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാറാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ കവർ പൊട്ടിക്കാറ്. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായിട്ട് പോകുമ്പോൾ പിന്നെ നമുക്കത് വേസ്റ്റ് ആണല്ലോ, നമുക്കൊന്നിനും അത് പറ്റത്തില്ല. അപ്പോൾ അത് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ സവാളയുണ്ട്, അതുപോലെ തന്നെ ടൊമാറ്റോ വാങ്ങിയിട്ടുണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, പിന്നെ സ്പ്രിംഗ് ഒനിയൻ ഉണ്ട്, കറിവേപ്പിലയുണ്ട്, പിന്നെ പഴുത്ത പപ്പായ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ചീര വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പാല് മേടിച്ചിട്ടുണ്ട്. നമുക്ക് പാല് നമ്മൾ ലോ ഫാറ്റുള്ള മിൽക്ക്, അൽമറായിൻ്റെ ലോ ഫാറ്റുള്ള മിൽക്കാണ് എടുക്കാറുള്ളത്. പിന്നെ കുറച്ച് ഫിഷ് മസാല മേടിച്ചിട്ടുണ്ട്. ഫിഷും ഞാനും മേടിച്ചിട്ടുണ്ട്. അവിടുന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ അധികം പറ്റാറില്ല കേട്ടോ. ഞാൻ ഷോപ്പിൽ കയറിയ പിന്നെ ഞാൻ ഷോപ്പ് ചെയ്യുന്ന തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിട്ടുപോകും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. ഞാൻ എന്തായാലും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മൾ തേങ്ങ നമുക്കിവിടെ ചിരകിയത് കിട്ടും. അതുപോലെ തന്നെ ചെറുപയർ ഞാൻ മുളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുപയർ എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു കവറിൽ കംപ്ലീറ്റ് ഫിഷാണ്. 3 ഐറ്റംസ് ഫിഷ്. അയലയുണ്ട്, പിന്നെ നമ്മുടെ സ്ക്വിഡ്, നമ്മുടെ കൂന്തലുണ്ട്, അതുപോലെ തന്നെ പിന്നെ വേറൊരു ഫിഷ് ഉണ്ട്. അതിൻ്റെ പേരെനിക്കറിയില്ല. അത് ഞാൻ ഇവിടെയാണ് അധികം കണ്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കത് ഇവിടുന്ന് കഴിക്കുമ്പോൾ അത് ഇഷ്ടമാണ്. ഞാൻ അധികം ഒരു ഫിഷ് കഴിക്കുന്ന ഒരാളല്ല. പക്ഷെ ചില ഫിഷ്, വിരലിൽ എണ്ണാവുന്ന 1, 2, 3 ഫിഷ് മാത്രം എനിക്കിഷ്ടമുള്ളൂ. അത് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ. ഇനി മീൻ കറി ആണെങ്കിലും ഞാൻ കഴിക്കാറില്ല. പിന്നെ കുറച്ച് സ്ട്രോബെറിയും കുറച്ച് നേന്ത്രപ്പഴം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. നേന്ത്രപ്പഴം നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരിക്കും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മീൽ പ്ലാനിങ് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കംപ്ലീറ്റ് നമ്മുടെ വേറെ കണക്ക് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആ പുസ്തകം ഞാൻ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടേബിളിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു ക്യാൻഡിൽ കത്തിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാറില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ആ ഒരു പുസ്തകം ബുക്ക് ഞാൻ അവിടുന്ന് മാറ്റി വയ്ക്കുകയാണ്. ഞാൻ അതിൽ കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു, അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഗ്രോസറി വാങ്ങിച്ചിട്ട് വരുന്ന ദിവസം തന്നെ ഞാൻ മാക്സിമം മീൽ പ്ലാനിങ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളത് അതിൻ്റെ മുമ്പേ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ ഈ സാധനം എടുക്കാം എന്നുള്ളൊരു പ്ലാനിൽ അതങ്ങോട്ട് എടുത്തു പോരുന്നത്. ഇപ്പോൾ ഞാൻ എഴുതി വെക്കുന്നത് മൺഡേ, അതിൽ ഫ്രൈഡേയും സാറ്റർഡേ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടെന്നല്ല, ഞാനിപ്പോൾ ഒരു 4 ഡേയ്സാണ് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. അതിൽ മൺഡേയിൽ ഞാൻ രാവിലെ എന്തായാലും നമുക്ക് എഗ്ഗ് ബോയിൽ ചെയ്തതും അതുപോലെ തന്നെ ബനാന നമ്മൾ ബോയിൽ ചെയ്തതും ആയിരിക്കും നമ്മൾ അധികം കഴിക്കുന്നത്. അതാണ് രാവിലെ നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് നല്ലത് അത് തന്നെയാണ്. പിന്നെ ലഞ്ചിന് ഞാൻ ചോറുണ്ടാവും, എന്തായാലും ചോറും. ഇപ്പോൾ ഫിഷ് ആയതുകൊണ്ട് ഞാൻ മീൻകറി എഴുതി വെക്കുന്നുണ്ട്. അതിൽ മീൻകറിയും പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഉപ്പേരി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഉപ്പേരി ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഉച്ചക്ക് നമ്മൾ സാലഡ്സ് ഒന്നും അങ്ങനെ അധികം പ്രിഫർ ചെയ്യാറില്ല. നൈറ്റ് ഞാൻ ചെയ്യുന്നത് സെയിം ചോറ് തന്നെയാണ്. എനിക്ക് ചോറ് കഴിക്കുന്നതാണ് ഇഷ്ടം, അപ്പോൾ ഞാൻ ചോറ് കഴിക്കും. ഹസ്ബൻഡിന് ചോറ് ഇഷ്ടമല്ല. അപ്പോൾ പുള്ളിക്ക് ഞാൻ എന്ത് ചെയ്യും, കുറച്ച് സാലഡ്സും അതുപോലെ ഓംലെറ്റോ അല്ലെങ്കിൽ ബ്രെഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിയാകും. അപ്പോൾ അതുണ്ടാക്കി കൊടുക്കും. ഞാനിവിടൊക്കെ അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് മീൻ കറിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കഴിക്കുന്നത് മാത്രം. എനിക്ക് മീൻ കറി ഇഷ്ടമാണ്, ഞാനതിൽ മീൻ കഴിക്കാറില്ല. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഒരു 4 ഡേയ്സും നമുക്ക് ഫിഷ് തന്നെയാണ്. രാത്രി ഒരു തേഴ്സ്ഡേ ഞാൻ ദോശ പ്രിഫർ ചെയ്യുന്നുണ്ട്, സാലഡും പ്രിഫർ ചെയ്യുന്നുണ്ട്, പിന്നെ മോർണിംഗിൽ ഓട്സും പ്രിഫർ ചെയ്യുന്നുണ്ട്. ഫ്രൈഡേ നമ്മൾ ബിരിയാണി ആയിരിക്കും വെക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ സാറ്റർഡേ നമുക്ക് ആ ബിരിയാണി ഉണ്ടാവും. സൺഡേ നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇതുപോലത്തെ മീൽ പ്ലാൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ചെയ്യാം. ഇതൊരു വീക്കിൻ്റെ മീൽ പ്ലാനാണ്. നെക്സ്റ്റ് വീക്ക് നമ്മൾ എന്താണ് ഗ്രോസറിയിൽ പോയിട്ട് വാങ്ങിക്കുന്നത് അതിൻ്റെ പ്ലാനായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.